എന്ന് പറഞ്ഞാൽ അത് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ സൗത്ത് ഓഫ് ദ ഹിമാലയാസ് ആൻഡ് നോർത്ത് ഓഫ് പെനിൻസുലാർ പ്ലാറ്റിയോ. പെനിൻസുലാർ പ്ലാറ്റിയുടെയും ഹിമാലയാസ് അഥവാ സൗത്ത് ഓഫ് ഹിമാലയാസിൻ്റെ സൗത്തിലും പെനിൻസുലാർ പ്ലാറ്റിയുടെ നോർത്തിലും സ്ഥിതി ചെയ്യുന്ന, അതിന് രണ്ടിന് ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലെയിനാണ് ദ നോർത്തേൺ പ്ലെയിൻ. ഇറ്റ് ഈസ് ഫോമഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് ദ സെഡിമെൻറ്റ് ബ്രോട്ട് ബൈ ത്രീ മെയിൻ റിവർ സിസ്റ്റം. മൂന്ന് മെയിൻ റിവർ സിസ്റ്റം മുഖേന ഉണ്ടായതാണ് ഈ പ്ലെയിൻ, അഥവാ ദ ഇൻഡസ് ആൻഡ് ദ ഗംഗ ആൻഡ് ദ ബ്രഹ്മപുത്ര. ഈ മൂന്ന് നദികൾ കാരണം ഉണ്ടായതാണ് ഈ നോർത്തേൺ പ്ലെയിൻ. ഫ്രം പഞ്ചാബ് ഇൻ ദ വെസ്റ്റ് ഓഫ് ആസാം, പഞ്ചാബ് മുതൽ ആസാമിൻ്റെ വെസ്റ്റ് വരെ നീണ്ടു കിടക്കുന്നതാണ്. ദിസ് പ്ലെയിൻ ഈസ് അബൌട്ട് 2400 കിലോമീറ്റർ ലോങ്ങും 300 കിലോമീറ്റർ വിഡ്ത്തുമുണ്ട് ഉണ്ട്. ഇൻ ദ വെസ്റ്റ് ഓഫ് അബൌട്ട് 150 കിലോമീറ്റർ ഇൻ ദി ഈസ്റ്റ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് 150 കിലോമീറ്റർ വിഡ്ത്താണ് അതിനുള്ളത്. ഇറ്റ് മെയിൻലി ഇൻക്ലൂഡ്സ് ദ സ്റ്റേറ്റ്സ് ഓഫ് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം. ആസാം, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇതിനെ ഉൾക്കൊള്ളുന്നത്. This plain is very fertile due to alluvial sediments brought by the rivers from the Himalayas. ഹിമാലയാസിൽ നിന്നും കൊണ്ടുവരപ്പെട്ട അല്ലൂവിയൽ സെഡിമെൻറ്റ്സ് മൂലം ഈ സ്ഥലത്ത് നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഉള്ളത്. This plain is one of the largest and most fertile plains of the world. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ഠമായതും ഏറ്റവും കൂടുതൽ നീളം കൂടിയതുമായ പ്ലെയിനാണ് ദ നോർത്തേൺ പ്ലെയിൻ. മേജർ ക്രോപ്സ് സച്ച് ആസ് വീറ്റ്, റൈസ്, sugar cane, pulses, oil seeds and jute are grown here. ഇതിലെ മേജർ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വീറ്റ്, റൈസ്, ഷുഗർ കെയിന്, പൾസസ്, ഓയിൽ സീഡ്സ്, ജ്യൂട്ട് ഇവയാണ് ഏറ്റവും കൂടുതലായി ഇവിടെ വളരുന്നത്. ഡ്യൂ ടു പ്രോപ്പർ ഇറിഗേഷൻ ദ പ്ലെയിൻ മേക്സ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ദ നോർത്തേൺ പ്ലേസ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ഇത് 2 പാർട്ടുകളായി തിരിക്കാം. ദ വെസ്റ്റേൺ പ്ലെയിനും ദ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിനും. വെസ്റ്റേൺ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ദിസ് പ്ലെയിൻസ് ഫോമഡ് ബൈ ദ റിവർ സിസ്റ്റം ഓഫ് ഇൻഡസ് നദി കാരണമായി ഉണ്ടായതാണ് ഈ വെസ്റ്റേൺ പ്ലെയിൻ. ഇറ്റ് ലൈസ് വെസ്റ്റ് അരവള്ളീസ്. അത് കിടക്കുന്നത് വെസ്റ്റ് അരവല്ലീസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ദിസ് പ്ലെയിൻ ഈസ് ഫോമഡ് ഡ്യൂ ടു ദ ഡെപ്പോസിറ്റ് ബ്രോട്ട് ബൈ ദ റിവർ ലൈക്ക് സത്ലുജ് ആൻഡ് ബീസ് ആൻഡ് ദ രവി. ഈ 3 നദികൾ കാരണം ഉണ്ടായതാണ് ഈ വെസ്റ്റേൺ പ്ലെയിൻ. ദിസ് പാർട്ട് ഓഫ് ദ പ്ലെയിൻ ഹാസ് ഡോപ്സ്. രണ്ടാമത്തേത് ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇറ്റ് ആൾസോ ഫോമഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെൻറ്റ്സ് ബ്രോട്ട് ബൈ 2 മെയിൻ റിവർ സിസ്റ്റം ദ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഗംഗ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന 2 റിവർ സിസ്റ്റം ഇത് മുഖേന ഉണ്ടായതാണ് ഈ പ്ലെയിൻ. പ്ലെയിൻ ഈസ് ഫോമഡ് ഡ്യൂ ടു ദ ഡെപ്പോസിറ്റ് ബ്രോട്ട് ബൈ the early civilizations like Mohenjo-daro and Harappa is called river valley civilization. ഈ ഹാരപ്പ ആൻഡ് മോഹൻജൊദാരോ സിവിലൈസേഷനുകളെ റിവർ വാലി സിവിലൈസേഷൻ എന്നും പറയപ്പെടാറുണ്ട്. വേർ സ്പ്രെഡ് ഓവർ പ്ലെയിൻ ഏരിയാസ്. അത് പ്ലെയിൻ ഏരിയാസിലായിരുന്നു കൂടുതൽ സ്പ്രെഡ് ആയിരുന്നത്. This is because of availability of fertile land and water through the river networks. കൂടുതൽ
ഫലഭൂയിഷ്ടമായതും വെള്ളവും റിവർ നെറ്റ്വർക്ക് മുഖേന വെള്ളവും ലഭിക്കുന്നത് കാരണം കൊണ്ടായിരുന്നു അവർ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ താമസിക്കാനുള്ള കാരണം ഈ വാട്ടറിൻ്റെ അവൈലബിലിറ്റിയും ഫെർട്ടൈലിൻ്റെയൊക്കെ അവൈലബിലിറ്റി കാരണമായിരുന്നു. മൂന്ന്, ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ആൻഷ്യൻ്റ് ലാൻഡ് മാസ് കോൾഡ് ഗോണ്ട്വാന ലെവൽ എന്ന ആൻഷ്യൻ്റ് മാസിൻ്റെ ഒരു പാർട്ടായിരുന്നു. അഥവാ ആൻഷ്യൻ്റ് ലാൻഡ് മാസ് ഗോണ്ട്വാന ലെവൽ എന്ന് പറയുന്ന ഒരു ആൻഷ്യൻ്റ് ലാൻഡ് മാസിൻ്റെ പാർട്ടായിരുന്നു ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഇറ്റ് കവേഴ്സ് ആൻ ഏരിയ ഓഫ് നിയർ ബൈ 5 lakh സ്ക്വയർ കിലോമീറ്റർ. 5 ലക്ഷം സ്ക്വയർ കിലോമീറ്റേഴ്സിനെ മൂടുന്ന ഒരു ഏരിയയാണത്. ഇറ്റ് ഈ സ്പ്രെഡ് ഓവർ ദ സ്റ്റേറ്റ്സ് ഓഫ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്, കർണാടക, ബീഹാർ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പരന്നിരിക്കുന്നതാണ് ഇത്. റിവർ നർമ്മദ ഡിവൈഡ്സ് ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഇൻടു 2 പാർട്സ്, ദ സെൻട്രൽ ഹൈലാൻഡ്സ് ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ. അങ്ങനെ 2 തരങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞാൽ നർമ്മദ റിവറിൻ്റെയും നോർത്തേൺ പ്ലെയിൻസിൻ്റെയും ഇടയിലുള്ള ഒരു പ്ലാറ്റ്യൂ ആണ്. A ravallis is the important mountain which extends from Gujarat through Rajasthan to Delhi. The highest peak of the Aravallis Hills and Uskar 1722 meter near at Abu. രണ്ടാമത്തെ ദ ഡെക്കാൻ പ്ലാറ്റ്യൂ. The Deccan Plateau is separated by a fracture in the rock along which rocks have been relatively replaced from Chota Nagpur Plateau. ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് ചോട്ട നാഗ്പൂർ പ്ലാറ്റിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ദ ബ്ലാക്ക് സോയിൽ ഏരിയ ഇൻ ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ഈസ് നോൺ ആസ് ഡെക്കാൻ ട്രാപ്പ്. ഡെക്കാൻ ട്രാപ്പ് എന്നാണ് ഈ ബ്ലാക്ക് സോയിൽ ഏരിയ, അഥവാ കറുത്ത മണ്ണുള്ള ഒരു ഏരിയ ഉണ്ട് അത് ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ. അതിന് പറയുന്നത് ഡെക്കാൻ ട്രാപ്പ് എന്നാണ്. ഇറ്റ് ഈസ് ഫോമർ ഡ്യൂ ടു എ വോൾക്കാനിക് എറപ്ഷൻസ്. ഒരു അഗ്നിപർവ്വതത്തിന് ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ് ഈ സ്ഥലം. ദിസ് സോയിൽ ഈസ് ഗുഡ് ഫോർ കോട്ടൺ ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. ഷുഗർ കെയിൻ, കരിമ്പും കോട്ടണും കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല മണ്ണാണ് ഈ സ്ഥലം. The Deccan Plateau is broadly divided into Western Ghats and Eastern Ghats. ഡെക്കാൻ പ്ലാറ്റ്യൂ 2 തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് വെസ്റ്റേൺ ഗാട്സ്. ഇഫ് യു ലുക്ക് അറ്റ് മാപ്പ് ഫിഗർ നമ്പർ 9.6, ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദ വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സും ഇതിൻ്റെ 2 ഭാഗങ്ങളായി കൊടുത്തിട്ടുണ്ട്. വെസ്റ്റേൺ ഗാട്സ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരാണ് സഹ്യാദ്രിസ്. ലൈ ഓൺ ദ വെസ്റ്റേൺ എഡ്ജ് ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റ്യൂ. ഡെക്കാൻ പ്ലാറ്റ്യൂയുടെ വെസ്റ്റേൺ എഡ്ജിൽ നിലകൊള്ളുന്ന ഗാഡ്സ് ആണ് വെസ്റ്റേൺ ഗാഡ്സ്. ഇറ്റ് റൺസ് പാരലൽ ടു ദ വെസ്റ്റേൺ കോസ്റ്റ് ഫോർ അബൌട്ട് 1600 കിലോമീറ്റർ. 1600 കിലോമീറ്റർ വരെ നീളമുണ്ട് വെസ്റ്റേൺസിലേക്ക് നോക്കുകയാണെങ്കിൽ. ദ ആവറേജ് എലവേഷൻ ഓഫ് ദ വെസ്റ്റേൺ ഗാഡ്സ് ഈസ് 1000 meters. The famous peaks in the area are ഡോഡ ബെറ്റ എന്ന ഏരിയ ആണ് അതിലെ ഏറ്റവും ഫേമസ് ആയ കൊടുമുടി.
ആനമുടി ആൻഡ് മാക്കുത്തി, ആനമുടിയും മാക്കുത്തിയും മക്കുർത്തി, പിന്നെ ഡോഡ ബെറ്റ എന്നിങ്ങനെ 3 കൊടുമുടികളാണ് അതിലുള്ളത്. ദ ഹയസ്റ്റ് പീക്ക് ഈസ് ഇൻ ദിസ് റീജിയൻ ഈസ് ആനമുടി. ഇതിലുള്ള ഏറ്റവും ഏറ്റവും ഉയർന്ന കൊടുമുടി എന്നത് ആനമുടിയാണ്. വെസ്റ്റേൺ ഗാട്സ് ആർ കണ്ടിന്യൂസ് ആൻഡ് ക്യാൻ ബി ക്രോസ്ഡ് ത്രൂ പാസസ് ലൈക്ക് പാൽഘാട്ട്, ദാൽഘോട്ട് ആൻഡ് ബോർഘാട്ട്. ഈ വെസ്റ്റേൺ ഗാട്സ് തുടർച്ചയായി പാൽഘാട്ട്, താൽഘാട്ട് ആൻഡ് ബോർഘാട്ട് എന്നീ 3 സ്ഥലങ്ങളിലൂടെ ക്രോസ് ചെയ്യുന്നു അല്ലെങ്കിൽ പാസ് ചെയ്യുന്നു. ദ റിവേഴ്സ് ലൈക്ക് ഗോദാവരി, ഭീമ ആൻഡ് കൃഷ്ണ ഫ്ലോ ഈസ്റ്റ്വാർഡ് വൈൽ ദ റിവർ ടാപ്തി ഫ്ലോസ് വെസ്റ്റ്വാർഡ്. ഈ ഗോദാവരി, ഭീമ, കൃഷ്ണ എന്ന് പറയുന്ന 2 ഭീമ, കൃഷ്ണ എന്ന് പറയുന്ന 3 നദികൾ ഈസ്റ്റ് വാർഡിലേക്കും ആൻഡ് ടാപ്തി റിവർ വെസ്റ്റ് വാർഡ്സിലേക്കും നീങ്ങുന്നു. ദ സ്ട്രീംസ് ഫോർ റാപ്പിഡ്സ് ആൻഡ് വാട്ടർഫാൾസ് ബിഫോർ എൻ്ററിങ് ദ അറേബ്യൻ സീ. ദ ഫേമസ് വാട്ടർഫാൾസ് ആർ ജോഗ് ഫാൾസ് ആൻഡ് ഷർവതി. ഇതിലെ ഏറ്റവും ഫേമസ് വാട്ടർഫാൾസ് ജോഗ് ഫാൾസും ആൻഡ് ഷർവതിയുമാണ്. പിന്നെ ശിവസമുദ്ര ഫാൾസ് ഓൺ കാവേരി എക്സെട്ര. ഇങ്ങനെയുള്ള 3 ഒരുപാട് ഫേമസ് വാട്ടർഫാൾസ് ഉണ്ട് ഇതിൽ. ദി ഈസ്റ്റേൺ ഗാട്സ് ആർ ഡിസ്കണ്ടിന്യൂസ് ലോ ബെൽറ്റ്. Their average elevation is 600 meter. They run parallel to east coast from south of Mahanadi Valley to the Nilgiri Hills. Nilgiri Hillsil മഹാനദി വാലി മുതൽ നീൽഗിരി ഹിൽസ് വരെ പാരലലായി നിൽക്കുന്ന ഈസ്റ്റിലേക്ക് പാരലലായി നിൽക്കുന്ന ഒരു ഗാഡ്സാണ് ഈസ്റ്റേൺ ഗാഡ്സ്. ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് റീജിയൻ ഈസ് മഹേന്ദ്രഗിരി. 1501 മീറ്റർ നീളമുള്ള ഏറ്റവും ഉയർന്ന ഈസ്റ്റേൺ ഗാഡ്സിൽ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് മഹേന്ദ്രഗിരി. ദ ഫേമസ് ഹിൽസ് ആർ മഹേന്ദ്രഗിരി ഹിൽസ്, നിയാമഗിരി ഹിൽസ് ആൻഡ് ഒറീസ, നല്ലമല്ലൈ ഹിൽസ് ഇൻ സൗത്തേൺ ആന്ധ്രാപ്രദേശ്, കൊല്ലിമലൈ ആൻഡ് പച്ചൈമലൈ ഇൻ തമിഴ്നാടു. ഇങ്ങനെയുള്ള ഹിൽസാണ് അതിലെ ഏറ്റവും ഫേമസ് ആയ ഹിൽസ്. ദിസ് ഏരിയ ഡ്രെയിനഡ് ബൈ ദ മഹാനദി, ഗോദാവരി, കൃഷ്ണ ആൻഡ് കാവേരി റിവർ സിസ്റ്റംസ്. ദ നീൽഗിരി ഹിൽസ് ജോയിൻ വെസ്റ്റേൺ ഈസ്റ്റേൺ ഗാഡ്സ് ഇൻ ദ സൗത്ത്. നീൽഗിരി ഹിൽസ് വെസ്റ്റേൺ ഈസ്റ്റേൺ ഗാഡ്സിലേക്ക് ജോയിൻ ആയിട്ട് നിൽക്കുകയാണ്. ഇനി 4-മതായി ദ ഇന്ത്യൻ ഡെസേർട്ട്. ഇന്ത്യൻ ഡെസേർട്ട്സ് ലൈസ് ടുവാർഡ്സ് ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് അരവലി ഹിൽസ്. ഇറ്റ് ഓൾസോ കോൾഡ് താർ ഡെസേർട്ട്. അതായത് അരവലി ഹിൽസിലേക്ക് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഡെസേർട്ടാണ് ഇന്ത്യൻ ഡെസേർട്ട്. അതിനെ പറയപ്പെടുന്ന താർ ഡെസേർട്ട് എന്ന് പറയപ്പെടുന്നു. ഇറ്റ് ഈസ് ദ 9th ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ 9ാമത്തെ ഏറ്റവും വലിയ 9ാമത്തെ മരുഭൂമിയാണ് താർ ഡെസേർട്ട്. ഇറ്റ് സ്പ്രെഡ്സ് ഓവർ ദ സ്റ്റേറ്റ്സ് ഓഫ് ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിൽ അത് സ്പ്രെഡായി കിടക്കുന്നു. ദിസ് റീജിയൻ ഹാസ് സെമി ആരിഡ് ആൻഡ് ആരിഡ് വെതർ കണ്ടീഷൻ. vegetation cover is low with thorny bushes. Loni is the main river in this area. ഇതിൽ വെജിറ്റേഷൻ കവർ എന്ന് പറയുന്നത് അഥവാ ലോയാണ്, അഥവാ തോർണി ബുഷസ്, മുള്ള് ചെടികൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ സ്ഥലം. ആൻഡ്
ലൂണി ഈസ് ദ മെയിൻ റിവർ ഇൻ ദിസ് ഏരിയ. ലൂണി എന്ന് പറയുന്ന ഒരു റിവറാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. ഓൾ അതർ സ്ട്രീംസ് അപ്പിയർ ഓൺലി അറ്റ് ദ ടൈം ഓഫ് റെയിൻഫാൾ, അതർവൈസ് ദി അപ്പിയർ ഇൻ ടു ദ സാൻഡ്. റെയിൻഫാളിൽ മാത്രം കാണപ്പെടുന്നതാണ് ബാക്കിയുള്ള മറ്റുള്ള അരുവികൾ അപ്പിയർ ആവുന്നത് അഥവാ പ്രത്യക്ഷമാവുന്നത് മഴക്കാലത്ത് മാത്രമാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ അത് സാൻഡ് അഥവാ മണലിലേക്ക് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അഞ്ചാമത്തത് ദ കോസ്റ്റൽ പ്ലെയിൻസ്. കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. അഥവാ ദ കോസ്റ്റൽ പ്ലെയിൻസ് ഈസ് ഇൻ ഇന്ത്യ റൺ പാരലൽ ടു ദ അറേബ്യൻ സീ. ഇന്ത്യയിൽ നിന്ന് അറേബ്യൻ സീയിലേക്ക് പാരലലായി കിടക്കുന്ന ഒരു പ്ലെയിനാണ് ഇത് കോസ്റ്റൽ പ്ലെയിൻസ്. ബേ ഓഫ് ബംഗാൾ അലോങ് ദ പെനിൻസുലർ പ്ലാറ്റ്യൂ. പെനിൻസുലർ പ്ലാറ്റ്യൂ, ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ എന്നിങ്ങനെ ആ സ്ഥലങ്ങളിലേക്ക് പാരലലായി കിടക്കുന്നതാണ് കോസ്റ്റൽ പ്ലെയിൻസ്. The western coastal plains is a narrow belt along the Arabian Sea of about 10 to 20 kilometer wide. 10 to 20 കിലോമീറ്റർ വിഡ്ത്താണ് അതിനുള്ളത് അഥവാ വീതി. It stretches from Rann of Kutch to Kanyakumari. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് കമ്പയർസ് ടു 3 സെക്ടേഴ്സ്. അത് 3 സെക്ടറുകളാണ്. ഒന്ന് കോൺകാൺ കോസ്റ്റ്, മുംബൈ ടു ഗോവ. മുംബൈ ടു ഗോവയിലേക്കുള്ള കോസ്റ്റൽ പ്ലെയിൻസിൻ്റെ ഒന്നാമത്തെ സെക്ടർ. രണ്ടാമത്തത് കർണാടക കോസ്റ്റ് ഫ്രം ഗോവ ടു മംഗ്ലൂർ. കർണാടക മുതൽ കർണാടക കോസ്റ്റ്, അത് ഗോവ ടു മംഗ്ലൂർ വരെയുള്ള കർണാടക കോസ്റ്റ്, അതാണ് രണ്ടാമത്തെ സെക്ടർ. മൂന്നാമത്തത് മലബാർ കോസ്റ്റ്, മംഗ്ലൂർ ടു കന്യാകുമാരി. മംഗ്ലൂർ ടു കന്യാകുമാരിയിലേക്കുള്ള മൂന്നാമത്തെ മൂന്നാമത്തെ സെക്ടറാണ് മലബാർ കോസ്റ്റ്. ദ ഈസ്റ്റേൺ കോസ്റ്റ് റൺസ് അലോങ് ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിലേക്ക് കിടക്കുന്നതാണ് ഈ ഈസ്റ്റേൺ കോസ്റ്റ്. ഇറ്റ് ഈസ് വൈഡർ ദാൻ ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലേക്കാൾ വീതിയുള്ളതാണ് ഈ ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻസ്. ഇനി അവസാനമായിട്ടുള്ളത് ദ ഐലൻഡ്സ് ആണ്. ഇന്ത്യ ഹാസ് 2 മെയിൻ ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സ്. ഇന്ത്യക്ക് 2 മെയിൻ ഗ്രൂപ്പ്സ് ആണുള്ളത്. ഐലൻഡ്സിനുള്ള 2 മെയിൻ ഗ്രൂപ്പ്സ് ആണുള്ളത്. ഒന്ന്, ദേ ആർ 204 ഐലൻഡ്സ് ഇൻ ബേ ഓഫ് ബംഗാൾ കോൾഡ് ആസ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയപ്പെടുന്ന 204 ഐലൻഡുകൾ കൂടിച്ചേർന്നുള്ള ബേ ഓഫ് ബംഗാൾ കടലിൽ നിലകൊള്ളുന്ന ആൻഡമാൻ നിക്കോബാറാണ്. രണ്ടാമത് അറേബ്യൻ സീയിലുള്ള 43 ഐലൻഡുകൾ കൂടിച്ചേർന്ന ഒരു ഐലൻഡാണ് കോൾഡ് ആസ് ലക്ഷദ്വീപ് ഐലൻഡ്സ്. The Andaman and Nicobar Islands extend from north south in ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാൾ കടലിലെ നോർത്ത് സൗത്തിൽ നിലകൊള്ളുന്നതാണ് ആൻഡമാൻ നിക്കോബാർ. ദേ ആർ ബിഗ്ഗർ ഇൻ സൈസ്. വലിയ സൈസിലുള്ളതാണത്. ആൻ ആക്റ്റീവ് വോൾക്കാനോ ഈസ് ലൊക്കേറ്റഡ് ഓൺ ബാരൻ നിയർ മലബാർ കോസ്റ്റ് ഐലൻഡ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്. ആൻഡമാൻ നിക്കോബാറിൽ ഒരു ആക്റ്റീവായ ഒരു വോൾക്കാനോ ലൊക്കേറ്റഡ് ആയിട്ടുണ്ട്, അത് നിലകൊള്ളുന്നുണ്ട്. ലക്ഷദ്വീപ് ഐലൻഡ്സ് ആർ ലൊക്കേറ്റഡ് നിയർ മലബാർ കോസ്റ്റ് ഓഫ് കേരള ഇൻ ദ അറേബ്യൻ സീ. മലബാർ കോസ്റ്റ് ഓഫ് കേരളത്തിലെ മലബാർ കോസ്റ്റിൻ്റെ അടുത്ത് ആയിട്ടാണ് ലക്ഷദ്വീപ് ഐലൻഡ്സ് നിലകൊള്ളുന്നത്. അറേബ്യൻ സീയിലാണ് അത് നിലകൊള്ളുന്നത്. ദേ കവർ ആൻ ഏരിയ ഓഫ് 32 സ്ക്വയർ കിലോമീറ്റേഴ്സ്. 32 സ്ക്വയർ കിലോമീറ്റേഴ്സിനെ കവർ ചെയ്യുന്നു. കാവരതി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ സിറ്റി കാവാരതിയാണ്.
These islands are formed by corals and endowed with a variety of flora and fauna. These islands are important tourist attractions. Underwater activities like snorkeling, such diving, deep sea diving, and other sports make this island more popular. ഡൈവിങ്, ഡീപ്പ് സീ, സ്നോക്കിംഗ് പോലെയുള്ള വാട്ടർ ആക്ടിവിറ്റീസ് കാരണം ഇത് ഈ ഐലൻഡ്സ് ടൂറിസ്റ്റിനെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നതും ആണ്. ആൻഡ് ഇതിലെ മറ്റ് സ്പോർട്സുകൾ ഈ ഐലൻഡിനെ പോപ്പുലറും ആക്കുകയും ചെയ്യുന്നുണ്ട്.